ഹലോ ഗെയ്സ്, ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഐറ്റം ഫ്രൂട്ട്സ് കസ്റ്റാർഡാണ്. അതിന് വേണ്ടുന്ന ഫ്രൂട്ട്സുകളാണിവ. മാതളം, പഴം, മാങ്ങ, ആപ്പിൾ എന്നിവയാണ്. അതിനായി മാങ്ങയും ആപ്പിളും പഴവും ചെറുതായി കട്ട് ചെയ്തെടുക്കണം. അടുത്ത ഇതിലേക്ക് ആവശ്യമായ സാധനം 1 കവർ പാല്, പഞ്ചസാര, വാനില എസൻസ്, കസ്റ്റാർഡ് പൗഡർ എന്നിവയാണ്. ഇത് അതിലേക്ക് ആവശ്യമായ ഫ്രൂട്ട്സുകൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഫ്രൂട്ട്സ് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു പാൻ എടുത്ത് അത് അടുപ്പത്തേക്ക് വെക്കുക. 1 കവർ പാലിൽ നിന്ന് 2 ഗ്ലാസ് പാലാണ് ഞങ്ങൾ പാനിലേക്ക് ഒഴിക്കാൻ എടുത്തിരിക്കുന്നത്. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 2 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തു. പാലിലേക്ക് 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. പഞ്ചസാര ഇട്ടതിന് ശേഷം പാലിനെ നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ട മെയിൻ സാധനമാണ് കസ്റ്റാർഡ് പൗഡർ. അതൊരു ബൗളിലേക്ക് 3 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. എടുത്തു വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡറിലേക്ക് 1 കവർ പാലിൽ നിന്ന് 2 ഗ്ലാസ് പാൽ നമ്മൾ പാനിലേക്ക് ഒഴിച്ചു. അതിൻ്റെ ബാക്കി വന്ന പാലാണ് ഒഴിച്ച് കസ്റ്റാർഡ് പൗഡറിൽ ഇളക്കി കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കണം. പാലും കസ്റ്റാർഡ് പൗഡറും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും പാലവിടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. പാല് നല്ലതുപോലെ ചൂടായി അതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. കട്ട പിടിക്കാതെ സ്റ്റൗ ലോ ഫ്ലെയിമിലായിരിക്കണം. സ്പൂൺ വെച്ച് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കട്ട പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഈ പരുവത്തിലായി കഴിഞ്ഞിരിക്കുകയാണ്. വീണ്ടും നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. കട്ട പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുഴമ്പ് രൂപത്തിലാകുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. കാണുമ്പോൾ തന്നെ എന്താ ഭംഗി! എളുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഈ ഒരു രൂപത്തിലാകുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സുകളെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഫ്രൂട്ട്സുകളെല്ലാം ഇട്ട് വന്നപ്പോൾ ബൗൾ നിറഞ്ഞായിരുന്നു. അങ്ങനെ ഫ്രൂട്ട്സിനെല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എല്ലാം കൂടി മിക്സ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ചെറിയ ബൗളിൽ നിന്നും വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. എല്ലാ ഫ്രൂട്ട്സുകളെയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ എന്താ ഭംഗി! കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിൽക്ക് മിക്സ് ചേർത്ത് കൊടുക്കുന്നു. ഫ്രൂട്ട്സ് കുഴഞ്ഞു പോകാതെ എല്ലാം കൂടി ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. കാണുമ്പോൾ തന്നെ എന്താ ഭംഗി! നാവിൽ വെള്ളം ഊറുന്നു. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെ കുറച്ച് സമയത്തേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. കണ്ടില്ലേ എന്താ ഭംഗി! കഴിക്കാൻ തോന്നുന്നില്ലേ? എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഫ്രൂട്ട്സ് കസ്റ്റാർഡ്. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്.
ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.